Okay, dear students, in this video, we will discuss second year Computer Science and Computer Application 8th chapter Database Management System in the third part. Okay, once again, welcome to my channel. I am Santosh. Channel subscribe cheyathavar subscribe cheyuka kude bell icon kude press cheyuka. Okay, then watch the video. Here section we first discuss the keys and keys discuss. A relation is defined as a set of tuples or rows. A relation or table we define set of tuples set of rows. Set of rows in the table create. Okay. All tuples in a relation must be distinct. That's why ഒരു റിലേഷനിലെ എല്ലാ റോസും അല്ലെങ്കിൽ ട്യൂപ്പിൾസും എന്തായിരിക്കണം? ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം, വ്യത്യസ്തമായിരിക്കണം. ഒരേപോലെ റോസ് ടാബിളിനകത്ത് വരാൻ പാടില്ല. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് that is not two tuples can have the same combination of value. രണ്ട് ട്യൂപ്പിൾസിലെ ഒരേ കോമ്പിനേഷൻ ഓഫ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ പാടില്ല എന്നാണ് ടേബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വൺസ് അഗെയിൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന എന്ത് യൂസ് ചെയ്തിട്ടാണ്? റോസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, അതുകൊണ്ട് ടേബിളിലെ ഓരോ റോസും ഡാറ്റ എന്തായിരിക്കണം? വ്യത്യസ്തമായിരിക്കണം, ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. രണ്ട് റോസിൽ ഒരേ വാല്യൂസ് വരാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, താഴെ ഒരു ടാബിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റോൾ നമ്പർ എന്ന കോളം, നെയിം എന്ന കോളം, ബാച്ച് എന്ന കോളം. ഓക്കെ, ഇതിൽ ചില കോളത്തിൽ ഡാറ്റകൾ റിപ്പീറ്റ് ചെയ്ത് വന്നു. ഫോർ എക്സാമ്പിൾ റോൾ നമ്പർ 101 101 വന്നു കഴിഞ്ഞു. അരുൺ, അഞ്ജലി രണ്ട് കുട്ടികളും എവിടെ സ്റ്റഡി ചെയ്യുന്നത്, എവിടെ പഠിക്കുന്നത്? സയൻസ് ബാച്ചിലാണ്. ഓക്കെ, അപ്പോൾ ഈ സയൻസ് ബാച്ചിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾക്ക് എന്ത് വരാൻ പാടില്ല? ഒരേ റോൾ നമ്പർ വരാൻ പാടില്ല. ഓക്കെ, രണ്ടാളെന്തായിരിക്കണം? ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം, വ്യത്യസ്തമായിരിക്കണം. ഓക്കെ, അതാണ് ഇവിടെ മെയിനായിട്ട് മീൻ ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് റോയിൽ 101 വന്നു, സെക്കൻഡ് റോയിലും അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തു 101. ഓക്കെ, അപ്പൊ ഈ 101 അരുണിന്റെ റോൾ നമ്പർ ആണോ അഞ്ജലിയുടെ റോൾ നമ്പറോ നമുക്കറിയില്ല. ഓക്കെ, അപ്പൊ ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല. ഓരോ കുട്ടികൾക്കും എന്ത് വരാൻ പാടുള്ളൂ? ഓരോ സെപ്പറേറ്റ് റോൾ നമ്പറേ വരാൻ പാടുള്ളൂ. ഓക്കെ, മാത്രമല്ല ഓരോ റോസിനും നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓരോ റോസിനും നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്ന യൂണിക് ഐഡന്റിഫിക്കേഷൻ ആയിരിക്കണം. ഓക്കെ ഓക്കെ ഇനി നമുക്ക് കീ എന്നതിന്റെ ഡെഫിനിഷൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. എ കീ ഈസ് എ ആട്രിബ്യൂട്ട് ഓർ കളക്ഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻ എ റിലേഷൻ ദാറ്റ് യൂണിക്കലി ഡിസ്റ്റിംഗ്വിഷ് ഓർ ഐഡന്റിഫൈ ഈച്ച് ട്യൂപ്പിൾസ് ഫ്രം അതർ ട്യൂപ്പിൾസ്. ഓക്കെ, ഒരു ട്യൂപ്പിൾസിനെ അല്ലെങ്കിൽ ഒരു റോനെ യൂണിക്കായി റെപ്രസെന്റ് ചെയ്യാൻ ഒരു ആട്രിബ്യൂട്ടോ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ആട്രിബ്യൂട്ടോ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് പറയുന്നത് കീ എന്ന് പറയുന്നത്. വൺസ് അഗെയിൻ, ഒരു ടേബിളിലെ ഒരു റെക്കോർഡിനെ യൂണിക്കായി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരു കോളമോ അല്ലെങ്കിൽ സെറ്റ് ഓഫ് കോളംസോ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാൻ പറ്റും? കീ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതിനെ നമുക്ക് പറയുന്നത് കീ എന്ന ഡെഫിനിഷൻ. ഓക്കെ, താഴെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. റോൾ നമ്പർ, നെയിം, ബാച്ച്. ഓക്കെ, ഇത് റോൾ നമ്പർ എന്നൊരു കോളമുണ്ട്. ഈ കോളത്തില് 101 102 103. ഓക്കെ, അതൊക്കെ നമുക്ക് യൂണിക് റെപ്രസെന്റേഷൻ ആണ്, വ്യത്യസ്തമായ റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അരുൺ എന്ന സ്റ്റുഡന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം 101 എന്ന ഡാറ്റ യൂസ് ചെയ്യാം, ഒരു വാല്യൂ യൂസ് ചെയ്യാം. അമിത് എന്നതിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം 102 എന്ന വാല്യൂ യൂസ് ചെയ്യാം. കിരൺ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം 103 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെല്ലാം യൂണിക്കാണ്, റിപ്പീറ്റേഷൻ ഇല്ല, വ്യത്യസ്തമായിട്ടാണ് വന്നിരിക്കുന്നത് 101 102 103. ഓക്കെ, അങ്ങനെ ഓരോ റെക്കോർഡിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യണം. അങ്ങനെ ഓരോ റെക്കോർഡിനെ യൂണിക്കായി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടേം ആണെന്ത്? കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ വൺസ് അഗെയിൻ A key is an attribute or collection of attributes. ഒരു കീ എന്താവാം?
ഒരു ആട്രിബ്യൂട്ടോ അല്ലെങ്കിൽ ഒന്നിലധികം ആട്രിബ്യൂട്ട്സോ ആകാം. എന്തിനു വേണ്ടി? ഒരു റെക്കോർഡിന് യൂണിക് റെപ്രസെന്റേഷന് വേണ്ടി. ഒരു റെക്കോർഡിനെ യൂണിക് റെപ്രസെന്റേഷന് വേണ്ടി ഒരു കോളമോ ഒന്നിനോ കോളംസോ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? കീ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് കീസ് ആണ്. കീ നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം: കാൻഡിഡേറ്റ് കീ, പ്രൈമറി കീ, alternate key, foreign key. Once again, candidate key, primary key, alternate key, foreign key. Okay, ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കീസ്. DBMS നമ്മൾ യൂസ് ചെയ്യുന്ന കീസ്. ഓക്കെ, ഇനി വൺ ബൈ വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് കാൻഡിഡേറ്റ് കീ ആണ്. എന്താണ് കാൻഡിഡേറ്റ് കീ പറഞ്ഞത്? ഓക്കെ, അത് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഈസ് ദിസ് മിനിമൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ദാറ്റ് യൂണിക്കലി ഐഡന്റിഫൈ എ റെക്കോർഡ് ഓർ റോ. ഒരു റോനെ അല്ലെങ്കിൽ ഒരു റെക്കോർഡിനെ യൂണിക്കായി റെപ്രസെന്റ് ചെയ്യാൻ ഏറ്റവും മിനിമം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് പറ്റും കാൻഡിഡേറ്റ് കീ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതായത് ഒരു റെക്കോർഡിനെ യൂണിക്കായി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞ നമ്പർ ഓഫ് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് പറയാൻ പറ്റുന്ന കാൻഡിഡേറ്റ് കീ എന്ന് പറയാൻ പറ്റും. ഓക്കെ, എക്സാമ്പിൾ താഴെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ അഡ്മിഷൻ നമ്പർ, റോൾ നമ്പർ, നെയിം, ബാച്ച് ഇത്രയും കോളമുള്ള ഒരു ടേബിളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരാളെ ഐഡന്റിഫൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, സയൻസിൽ പഠിക്കുന്ന അരുൺ. ഓക്കെ, അവിടെ നമ്മൾ 2 കോളം യൂസ് ചെയ്തു. സയൻസ് കിടക്കുന്ന ബാച്ച് എന്ന കോളത്തിലും അരുൺ കിടക്കുന്ന നെയിം എന്ന കോളത്തിലാണ്. ഓക്കെ, അപ്പൊ ആ പർട്ടിക്കുലർ അരുണിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യാൻ അവിടെ നമ്മൾ എത്ര കോളം യൂസ് ചെയ്തു? 2 കോളം യൂസ് ചെയ്തു. ഏതൊക്കെ കോളം യൂസ് ചെയ്ത്? നെയിം എന്ന കോളം യൂസ് ചെയ്തു, ബാച്ച് എന്ന കോളം. ഓക്കെ, അതായത് സയൻസ് ബാച്ച് പഠിക്കുന്ന അരുൺ എന്ന പേരുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അരുണിനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, അവിടെ നമ്മൾ 2 കോളംസ് ഒരു കുട്ടിയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ രീതിയിലെ റെപ്രസെന്റേഷൻ കീ ആണ് നമുക്ക് പറയുന്നത് കാൻഡിഡേറ്റ് കീ പറയുന്നത്. ഓക്കെ, ഇനി ഈ അരുണിനെ റെപ്രസെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അമിത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം അഡ്മിഷൻ നമ്പർ പ്ലസ് റോൾ നമ്പർ പ്ലസ് ബാച്ച്. അങ്ങനെ 3 കോളം കൂടി മിക്സ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അരുണയോ അമിത്തിനെയോ കിരണിനെയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയേ പറഞ്ഞുള്ളൂ? ഒരു റെക്കോർഡിനെ അല്ലെങ്കിൽ ഒരു പേഴ്സണെ റെപ്രസെന്റ് ചെയ്യാൻ മിനിമം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ, ഫ്രം ദി എബവ് ടേബിൾ വി ക്യാൻ യൂസ് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ടു ഐഡന്റിഫൈ പെർട്ടിക്കുലർ സ്റ്റുഡന്റ്. ഒരു പെർട്ടിക്കുലർ സ്റ്റുഡന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് അഡ്മിഷൻ നമ്പർ, ഓക്കെ, റോൾ നമ്പർ പ്ലസ് ബാച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? 101 എന്ന അഡ്മിഷൻ നമ്പറുള്ള 2424 എന്ന റോൾ നമ്പറുള്ള സയൻസ് ബാച്ച് പഠിക്കുന്ന കുട്ടി. അതാണെന്ത്? ആരും. ഓക്കെ, അപ്പോൾ ഒരു റെക്കോർഡിനെ യൂണിക്കായി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി മിനിമം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ പറയുന്നത് കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പ്രൈമറി കീ ആണ്. എന്താണ് പ്രൈമറി കീ എന്ന് നോക്കാം. എ പ്രൈമറി കീ ഈസ് എ വൺ ഓഫ് ദി കാൻഡിഡേറ്റ് കീ. കാൻഡിഡേറ്റ് കീയിലെ ഏതെങ്കിലും ഒരെണ്ണം, ഒരു കോളം നമുക്ക് എന്താ യൂസ് ചെയ്യാം? പ്രൈമറി കീ ആയി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ കാൻഡിഡേറ്റ് കീ ആണ്. ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, 3 കോളം നമുക്ക് കാൻഡിഡേറ്റ് കീ ആയിട്ട് യൂസ് ചെയ്തു. അതിൽ നിന്ന് റിപ്പീറ്റേഷൻ ഇല്ലാത്ത ഒരൊറ്റ കോളകൾ അഡ്മിഷൻ നമ്പർ, അത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? റിപ്പീറ്റേഷൻ വരാത്ത രീതിയിൽ അഡ്മിഷൻ നമ്പർ എന്ന കോളത്തിന് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് തീർച്ചയായിട്ടും എന്തായിരിക്കും? പ്രൈമറി കീ ആണ്. ഓക്കെ, കാരണം എന്തുകൊണ്ട് പ്രൈമറി കീ ആയിട്ട് അവിടെ യൂസ് ചെയ്യുന്നത്? അവിടെ ഈ റിപ്പീറ്റേഷൻ സംഭവിക്കുന്നില്ല, വാല്യൂവിന് റിപ്പീറ്റേഷൻ സംഭവിക്കുന്നില്ല. അതേസമയം റോൾ നമ്പറിൽ റിപ്പീറ്റേഷൻ ഉണ്ട് അല്ലേ? ഇത് സയൻസ് പഠിക്കുന്ന 24th സ്റ്റുഡന്റ് ആണ്. ഓക്കെ, ഇത് കോമേഴ്സ് പഠിക്കുന്ന 24th സ്റ്റുഡന്റ് ആണ്. ഓക്കെ, അവിടെ റോൾ നമ്പർ റിപ്പീറ്റ് ചെയ്ത് വന്നു. ഓക്കെ, ഇവിടെ ബാച്ച് റിപ്പീറ്റ് ചെയ്യാം, നെയിമും റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ റിപ്പീറ്റ് ചെയ്യാത്ത ഒരൊറ്റ കോളം മാത്രമേ ഉള്ളൂ. അതാണെന്ത്? അഡ്മിഷൻ നമ്പർ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രൈമറി കീ. എ പ്രൈമറി കീ ഈസ് വൺ ഓഫ് ദി കാൻഡിഡേറ്റ് കീ. കാൻഡിഡേറ്റ് കീയിൽ നിന്ന് 3 കീയോടെ ഉള്ളത്, 3 കോളംസ് ആയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കാൻഡിഡേറ്റ് കീ യൂസ് ചെയ്തത്. അന്ന് നമ്മൾ ഒരെണ്ണം എന്താക്കി എടുത്തു? പ്രൈമറി കീ ആയി എടുത്തു. ഓക്കെ, അതാ പറഞ്ഞിരിക്കുന്നത് പ്രൈമറി കീ ഈസ് വൺ ഓഫ് ദി കാൻഡിഡേറ്റ് കീ. കാൻഡിഡേറ്റ് കീയിലെ ഒരു കോളമാണ് എന്ത്? പ്രൈമറി കീ ഈസ് യൂസ് ടു യൂണിക്കലി ഐഡന്റിഫൈ എ റെക്കോർഡ്. ഒരു റെക്കോർഡിനെ
യൂണിക്കായി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇറ്റ് കാനോട്ട് ബി കണ്ടെയ്ൻ നൾ വാല്യൂ. പ്രൈമറി കീയിൽ എന്ത് കാണാൻ പാടില്ല? നൾ വാല്യൂ, അതായത് എംപ്റ്റി ആയി കിടക്കാൻ പാടില്ല. തീർച്ചയായിട്ടും അവിടെ എന്ത് വേണം? വാല്യൂ വേണം. ഓക്കെ, ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ പാടില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത, പ്രൈമറി കീയുടെ പ്രത്യേകത. ഓക്കെ, ഇപ്പൊ പ്രൈമറി കീയുടെ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നൾ വാല്യൂ എംപ്റ്റി ആയി കിടക്കാൻ പാടില്ല, മാത്രമല്ല ഡ്യൂപ്ലിക്കേഷൻ വാല്യൂ സ്റ്റോർ ചെയ്യാൻ പാടില്ല. ഇതിനകത്ത് പ്രൈമറി കീ കഴിഞ്ഞു. ഓക്കെ, ഇപ്പൊ കാൻഡിഡേറ്റ് കീയിൽ നിന്ന് ഏതെങ്കിലും ഒരു കോളം യൂണിക് ഐഡന്റിഫിക്കേഷൻ വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും? പ്രൈമറി കീ ആയിരിക്കും. ഓക്കെ, അത്രയാണ് പ്രൈമറി കീ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആൾട്ടർനേറ്റ് കീ ആണ്. എന്താണ് ആൾട്ടർനേറ്റ് കീ? ഓക്കെ, എ കാൻഡിഡേറ്റ് കീ ദാറ്റ് ഈസ് നോട്ട് പ്രൈമറി കീ ഈസ് കാൾഡ് ആൾട്ടർനേറ്റ് കീ. ഓക്കെ, വെരി സിമ്പിൾ. നമ്മൾ കാൻഡിഡേറ്റ് കീയിൽ നിന്ന് ഏത് ഒരു കോളം പ്രൈമറി കീ ആയി യൂസ് ചെയ്തു, ബാക്കിയുള്ള കോളം ആയിരിക്കും എന്ത്? ആൾട്ടർനേറ്റ് കീ പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ കാൻഡിഡേറ്റ് കീ എടുത്തപ്പോൾ അഡ്മിഷൻ നമ്പർ എന്ന കോളം കാൻഡിഡേറ്റ് കീ എടുത്തു, റോൾ നമ്പർ എന്ന കോളം കാൻഡിഡേറ്റ് കീ എടുത്തു, ആൻഡ് ബാച്ച് എന്ന കോളം കാൻഡിഡേറ്റ് കീ. അത് നമുക്ക് ഗ്രൂപ്പായി യൂസ് ചെയ്തു. ഓക്കെ, ഗ്രൂപ്പായി യൂസ് ചെയ്തപ്പോൾ എന്തായത്? കാൻഡിഡേറ്റ് കീ ഒക്കെ. ഓക്കെ, ഈ കാൻഡിഡേറ്റ് കീ നിന്ന് നമ്മൾ പ്രൈമറി കീ എടുത്തു മാറ്റി, ബാക്കി രണ്ട് കോളംസ് ഉണ്ട്. അതിനെ നമുക്ക് പറയുന്നത് ആൾട്ടർനേറ്റ് കീ എന്ന് പറയുന്നത്. വൺസ് അഗെയിൻ, കാൻഡിഡേറ്റ് കീ നിന്ന് പ്രൈമറി കീ പോയ ബാക്കിയുള്ള കീസ്, ദാറ്റ് ഈസ് കാൾഡ് ആൾട്ടർനേറ്റ് കീ. ഓക്കെ, വൺസ് അഗെയിൻ, കാൻഡിഡേറ്റ് കീ നിന്ന് പ്രൈമറി കീ പോയ ബാക്കിയുള്ള കീസ്, കോളംസ്, അതിനെ നമുക്ക് എന്താണ്? ആൾട്ടർനേറ്റ് കീ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ആൾട്ടർനേറ്റ് കീ ഏതൊക്കെയായിരിക്കും? റോൾ നമ്പർ എന്ന കോളവും ബാച്ച് എന്ന കോളം എന്തായിരിക്കും? ആൾട്ടർനേറ്റ് കീ ആയിരിക്കും. ഓക്കെ, അഡ്മിഷൻ നമ്പർ എന്തായിരിക്കും? പ്രൈമറി കീ ആയിരിക്കും. ഓക്കെ, ഇത് മൂന്നും കൂടി കഴിഞ്ഞാൽ എന്തായത്? കാൻഡിഡേറ്റ് കീ ആയി കഴിഞ്ഞു. ഓക്കെ, അത്രയാണ് ആൾട്ടർനേറ്റ് കീയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഫ്രം ദി അബവ് എക്സാമ്പിൾ വി ക്യാൻ യൂസ് റോൾ നമ്പർ പ്ലസ് ബാച്ച് ആസ് ആൾട്ടർനേറ്റ് കീ. നേരത്തെ പറഞ്ഞു, റോൾ നമ്പറും ബാച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആൾട്ടർനേറ്റ് കീ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അഡ്മിഷൻ നമ്പർ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പ്രൈമറി കീ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ലാസ്റ്റ് വൺ ഫോറിൻ കീ ആണ്. എന്താണ് ഫോറിൻ കീ നോക്കാം. എ കീ ഇൻ എ ടേബിൾ ഇഫ് ഇറ്റ് ഈസ് പ്രൈമറി കീ ഓഫ് അനദർ ടേബിൾ ഈസ് കാൾഡ് ഫോറിൻ കീ. ഏതെങ്കിലും ഒരു ടേബിളിലെ പ്രൈമറി കീ അതേപോലെ മറ്റൊരു ടേബിളിൽ പ്രൈമറി കീ ആയി വരികയാണെങ്കിൽ ഇതിനെ നമുക്ക് പറയുന്നത് ഫോറിൻ കീ എന്ന് പറയുന്നത്. വൺസ് അഗെയിൻ, ഏതെങ്കിലും ഒരു ടേബിളിലെ പ്രൈമറി കീ അതേപോലെ മറ്റൊരു ടേബിളിൽ കാണപ്പെടുകയാണെങ്കിൽ അതിനെ നമുക്ക് പറയുന്നത് ഫോറിൻ കീ എന്ന് പറയുന്നത്. ഓക്കെ, ഫോറിൻ കീ നമ്മൾ യൂസ് ചെയ്യുന്നത് ടാബിളുകൾ പരസ്പരം ലിങ്ക് ചെയ്യാൻ വേണ്ടി, കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് ടാബിളുണ്ട്, സ്റ്റുഡന്റ് റിലേഷൻ അല്ലെങ്കിൽ സ്റ്റുഡന്റ് ടാബിൾ, ബാച്ച് റിലേഷൻ അല്ലെങ്കിൽ ബാച്ച് ടാബിൾ, രണ്ട് ടാബിളുണ്ട്. ഓക്കെ, അതായത് സ്റ്റുഡന്റ് എന്ന ടാബിളിൽ ഒരു പ്രൈമറി കീ ഉണ്ട്, ബാച്ച് കോഡ് ഉള്ളത്. ഓക്കെ, S2, H2, C2, S1. ഓക്കെ, ഈ കോളം അതേപോലെ ബാച്ച് എന്ന റിലേഷനിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊരു ലിങ്കായി, ഒരു കണക്ഷനായി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കീസിന് പറയുന്ന പേരാണ് ഫോറിൻ കീ. അതായത് ഒരു ടാബിളിലെ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതേപോലെ മറ്റൊരു ടാബിളിൽ കാണപ്പെടുകയാണെങ്കിൽ അതിന് നമുക്ക് തരുന്ന ഫോറിൻ കീ എന്ന് പറയുന്നത്. വൺസ് അഗെയിൻ, ഒരു ടാബിളിലെ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതുപോലെ മറ്റൊരു ടാബിളിൽ കാണപ്പെടുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയുന്നത്? ഫോറിൻ കീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് കീസ്: കാൻഡിഡേറ്റ് കീ, പ്രൈമറി കീ, ആൾട്ടർനേറ്റ് കീ, ഫോറിൻ കീ. ഓക്കെ, കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ടു റെപ്രസെന്റ് എ റെക്കോർഡ്. പ്രൈമറി കീ, കാൻഡിഡേറ്റ് കീയിൽ നിന്ന് യൂണിക് റെപ്രസെന്റേഷന് വേണ്ടി ഒരു കോളം യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് പറയുന്നത് പ്രൈമറി കീ എന്ന് പറയുന്നത്. ആൾട്ടർനേറ്റ് കീ, കാൻഡിഡേറ്റ് കീയിൽ നിന്ന് പ്രൈമറി കീ പോയി കഴിഞ്ഞു, ബാക്കിയുള്ള ബാലൻസ് ഉള്ള കീസ്, ദാറ്റ് ഈസ് കാൾഡ് ആൾട്ടർനേറ്റ് കീ. ഫോറിൻ കീ, ഒരു ടാബിളിലെ യൂണിക് റെപ്രസെന്റേഷൻ അതേപോലെ മറ്റൊരു ടാബിളിൽ കാണപ്പെടുകയാണെങ്കിൽ അതിനെ നമുക്ക് പറയുന്നത് ഫോറിൻ കീ എന്ന് പറയുന്നത്. ഓക്കെ, ടാബിളുകൾ തമ്മിൽ റിലേഷൻ കൊടുക്കാൻ നമുക്ക് യൂസ് ചെയ്യുന്നത് ഫോറിൻ കീ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ.
ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് റിലേഷണൽ ആൾജിബ്ര എന്ന പോയിന്റാണ്. ഓക്കെ, എന്താണ് റിലേഷണൽ ആൾജിബ്ര എന്ന് ഡിസ്കസ് ചെയ്യാം. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഓപ്പറേഷൻസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു മാനിപ്പുലേറ്റ് ദി കംപ്ലീറ്റ് റിലേഷൻസ് ഓഫ് എ ഡാറ്റാബേസ്. ഡാറ്റാബേസിൽ കിടക്കുന്ന റിലേഷനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറേ ഓപ്പറേഷൻസ് ആണ് ഏത് റിലേഷണൽ ആൾജിബ്ര. ഓക്കെ, വൺസ് അഗെയിൻ റിലേഷണൽ ആൾജിബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റാബേസിനകത്ത് കിടക്കുന്ന ടാബിൾ അല്ലെങ്കിൽ റിലേഷനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേഷൻസ്, ദാറ്റ് ഇസ് കോൾഡ് റിലേഷണൽ ആൾജിബ്ര. ഓക്കെ, in these operators accept one or more relation as input and produce single table as output. ഓക്കെ, അതായത് ഈ റിലേഷണൽ ആൾജിബ്ര എന്ന ഓപ്പറേഷനിൽ ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികം റിലേഷൻസോ അല്ലെങ്കിൽ ടാബിൾസോ ഇൻപുട്ടായി പ്രൊവൈഡ് ചെയ്ത് ഔട്ട്പുട്ടായി സിംഗിൾ ടാബിൾ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇൻപുട്ടായിട്ട് ഒരു ടാബിളോ ഒന്നിലെ ടാബിൾസോ ആയിട്ട് നമുക്ക് കൊടുക്കാം. അതിനുശേഷം റിസൾട്ടായിട്ട് നമുക്ക് എന്തിട്ടും സിംഗിൾ ടാബിൾ നമുക്ക് ഔട്ട്പുട്ടായിട്ട് അവൈലബിൾ ആവും. ഓക്കെ, അതാണ് റിലേഷണൽ ആൾജിബ്ര ഓപ്പറേഷൻ പ്രത്യേകത. ഓക്കെ, ഹെൻസ് ദി നമ്പർ ഓഫ് ടാബിൾ യൂസ്ഡ് ഫോർ ദീസ് ഓപ്പറേഷൻസ് ദി റിലേഷണൽ ആൾജിബ്ര ഓപ്പറേറ്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു ടു ടൈപ്സ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു റിലേഷണൽ ആൾജിബ്ര ഓപ്പറേഷനകത്ത് എത്ര ടാബിൾസ് യൂസ് ചെയ്യുന്നുണ്ടോ അതിന് ബേസ് ചെയ്ത് നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം, യുണറി ആൻഡ് ബൈനറി. ഓക്കെ, യുണറി എന്ന ഓപ്പറേഷനകത്ത് നമ്മൾ ഇൻപുട്ടായിട്ട് സിംഗിൾ ടാബിൾ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. ഓക്കെ, അതേസമയം ബൈനറി എന്ന ഓപ്പറേഷനകത്ത് നമ്മൾ ഇൻപുട്ടായിട്ട് എത്ര ടാബിൾ കൊടുക്കണം, 2 or more ടാബിൾസ് നമുക്ക് ഇൻപുട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ രണ്ട് ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട് റിലേഷണൽ ആൾജിബ്രയിൽ, യുണറി ആൻഡ് ബൈനറി. ഓക്കെ, ഈ റിലേഷണൽ ആൾജിബ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓപ്പറേഷൻസ് ആണ്. എന്തിനു വേണ്ടി? ഡാറ്റാബേസിൽ നിന്ന് കിടക്കുന്ന ടാബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഈ ഓപ്പറേറ്റേഴ്സ് നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്തു, യുണറി ആൻഡ് ബൈനറി. എന്തിനെ ബേസ് ചെയ്തിട്ട്? ഇൻപുട്ടായിട്ട് ഓപ്പറേഷനകത്തേക്ക് ഇൻപുട്ടായിട്ട് എത്ര ടാബിൾ കൊടുക്കുന്നോ അതിനനുസരിച്ച് രണ്ടായി ക്ലാസിഫൈ ചെയ്തു, യുണറി ആൻഡ് ബൈനറി. യുണറിക്കകത്ത് നമ്മൾ ഇൻപുട്ടായിട്ട് സിംഗിൾ ടാബിൾ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. ബൈനറിക്കകത്ത് ഇൻപുട്ടായി നമുക്ക് 2 or more ടാബിൾസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് യുണറിയും ബൈനറിയും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇനി യുണറി ഓപ്പറേഷൻസ് ഏതൊക്കെ നോക്കാം. യുണറി ഓപ്പറേഷൻസിൽ രണ്ട് ടൈപ്പാണ് വരുന്നത്, സെലക്ട് ഓപ്പറേഷൻ ആൻഡ് പ്രൊജക്ട് ഓപ്പറേഷൻ. ഓക്കെ, ഈ രണ്ട് ഓപ്പറേഷനും ഇൻപുട്ടായിട്ട് നമ്മൾ സിംഗിൾ ടാബിൾ പ്രൊവൈഡ് ചെയ്യുന്ന, ഔട്ട്പുട്ടായിട്ട് നമുക്ക് സിംഗിൾ ടാബിൾ അവൈലബിൾ ആവുന്നു. ഓക്കെ, ഇനി ബൈനറി ഓപ്പറേഷൻസ്, യൂണിയൻ, ഇന്റർസെക്ഷൻ, സെറ്റ് ഡിഫറൻസ്, ഗാർസിയൻ പ്രോഡക്റ്റ്. ഇത്രയും എന്താണ്? ബൈനറി ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, ബൈനറി ഓപ്പറേഷന്റെ പ്രത്യേകത എന്താണ്? ഇൻപുട്ടായിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് 2 ടാബിളെങ്കിലും പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതാണ് എന്ത് പറയുന്നത്? ബൈനറി ഓപ്പറേഷൻസ് പറയുന്നത്. ഓക്കെ, വൺസ് അഗെയിൻ ബൈനറി ഓപ്പറേഷനിൽ യൂണിയൻ, ഇന്റർസെക്ഷൻ, സെറ്റ് ഡിഫറൻസ് ആൻഡ് ഗാർസിയൻ പ്രോഡക്റ്റ്. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് യൂണിറി ഓപ്പറേഷനിലെ സെലക്ട് ഓപ്പറേഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിന്റെ സ്പെസിഫിക്കേഷൻസ് താഴെ പറഞ്ഞിട്ടുണ്ട്, 1 by 1 നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് പെർഫോംഡ് ഓൺ ഓൺലി ട്യൂപ്പിൾസ് ആൻഡ് ഈസ് ആൻ യൂണറി ഓപ്പറേറ്റർ. ഈ സെലക്ട് ഓപ്പറേഷൻ എന്തിനു മുകളിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ? ട്യൂപ്പിൾസിന് മുകളിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതായത് റോസിന്റെ ടാബിളിന്റെ റോസിന്റെ മുകളിൽ മാത്രമേ എന്ത് വർക്ക് ചെയ്യുള്ളൂ? സെലക്ട് ഓപ്പറേഷൻ വർക്ക് ചെയ്യുള്ളൂ. അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇതൊരു യൂണറി ഓപ്പറേഷനുമാണ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, ഇനി ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. സം ട്യൂപ്പിൾസ് ആർ ഡിസ്പ്ലേഡ് ആൻഡ് അതേഴ്സ് ആർ ഹൈഡ് ബേസ്ഡ് ഓൺ സം കണ്ടീഷൻ. ഓക്കെ, എന്തെങ്കിലും കണ്ടീഷൻ അനുസരിച്ച് ചില ട്യൂപ്പിൾസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും, ചിലത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു റിലേഷനിൽ നിന്ന്, അതായത് ഒരു ടാബിളിൽ നിന്ന് എല്ലാ റെക്കോർഡ്സും ഡിസ്പ്ലേ ചെയ്യേണ്ടി വരില്ല. ആവശ്യം ട്യൂപ്പിൾസ് മാത്രം അല്ലെങ്കിൽ റെക്കോർഡ്സ് മാത്രം ഡിസ്പ്ലേ ചെയ്ത് മറ്റേ നമുക്ക് എന്ത് ചെയ്യാം? ഹൈഡ് ചെയ്യാം. ഏത് യൂസ് ചെയ്യുകയാണെങ്കിൽ? സെലക്ട് ഓപ്പറേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ വൺസ് അഗെയിൻ ഇത് റോസിന്റെ മുകളിൽ മാത്രം അല്ലെങ്കിൽ ട്യൂപ്പിൾസിന്റെ മുകളിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. എങ്ങനെ വർക്ക് ചെയ്യുന്ന? ചില ട്യൂപ്പിൾസിനെ ഡിസ്പ്ലേ ചെയ്യും, ചില ട്യൂപ്പിൾസിനെ ഹൈഡ് ചെയ്യും. ആ രീതിയിലാണ് ആൾ വർക്ക് ചെയ്യുന്നത്, സെലക്ട് ഓപ്പറേഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി തേർഡ് പോയിന്റ് എന്താ നോക്കാം. ദി സിമ്പിൾ സിഗ്മ. എല്ലാ ഓപ്പറേഷനും എന്തുണ്ട്? ഒരു സിമ്പിൾ വേണം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ സെലക്ട് ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണെന്ത്? സിഗ്മ. ഓക്കെ, ഈസ് യൂസ് ടു ഡിനോട്ട് ദി ഓപ്പറേഷൻ. ഈ ഓപ്പറേഷനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് സിമ്പിൾ ആണ്?
സിഗ്മ എന്ന സിമ്പലാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് എന്തിന്റെ സ്പെസിഫിക്കേഷൻ, സെൽറ്റ് ഓപ്പറേഷന്റെ സ്പെസിഫിക്കേഷൻ. ഓക്കെ, ഇനി ഈ ഓപ്പറേഷൻ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒരു സിന്റാക്സ് നോക്കാം. ഓക്കെ, അപ്പൊ സെൽറ്റ് ഓപ്പറേഷൻ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ സിഗ്മ എന്ന സിമ്പിൾ യൂസ് ചെയ്യും. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ സിന്റാക്സ് നോക്കാം. സിഗ്മ, പിന്നെ നമ്മൾ പറയുന്നത് കണ്ടീഷനാണ്. കണ്ടീഷൻ നമ്മൾ ഡിമാൻഡ്, ദെൻ ബ്രാക്കറ്റിനകത്ത് നമ്മൾ കൊടുക്കേണ്ടത് റിലേഷൻ നെയിം. റിലേഷൻ നെയിം അതായത് ടാബിളിന്റെ പേര്. ഓക്കെ, കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, സെൽറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്തു. ജസ്റ്റ് സിന്റാക്സ് മാത്രമാണ്. സിന്റാക്സ് ഇങ്ങനെ യൂസ് ചെയ്യാം. സിഗ്മ, ദെൻ നമ്മുടെ ഡിമാൻഡ് ഒരു കണ്ടീഷൻ, പിന്നെ നമ്മുടെ ടാബിളിന്റെ നെയിം. ഓക്കെ, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, സിന്റാക്സ് ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി ദി റിലേഷണൽ ആൾജിബ്ര യൂസസ് വേരിയസ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, നമ്മൾ കണ്ടീഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് വേണ്ടി വരും. ഓക്കെ, നമ്മൾ C++ൽ അതുപോലെ ജാവാസ്ക്രിപ്റ്റിൽ പഠിച്ച കുറെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അത്തരം ഓപ്പറേറ്റേഴ്സ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് പരിചയമുള്ള എല്ലാ ഓപ്പറേഷൻസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. യൂസ് ചെയ്യുന്ന സിമ്പിൾ ശ്രദ്ധിക്കുക. നോട്ട് ഈക്വൽ ടു, ഈ രീതിയിലാണ് നോട്ട് ഈക്വൽ ടു എവിടെ യൂസ് ചെയ്യുന്നത്, റിലേഷണൽ ആൾജിബ്ര ഓപ്പറേഷനിൽ കമ്പാരിസന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഓർ ഓപ്പറേറ്റർ, ആൻഡ് ഓപ്പറേറ്റർ, നോട്ട് ഓപ്പറേറ്റർ, ഇത്രയും ഓപ്പറേറ്റേഴ്സ് നമുക്ക് എന്തിനു കൂടെ യൂസ് ചെയ്യാം, കണ്ടീഷന് വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ക്ലിയർ ആകും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കയ്യിൽ ഒരു ടാബിൾ ഉണ്ട്, സ്റ്റുഡന്റ് ടാബിൾ. മനസ്സിലാക്കുക, സ്റ്റുഡന്റ് ടാബിൾ. ഓക്കെ, ഈ സ്റ്റുഡന്റ് ടാബിള് അഡ്മിഷൻ നമ്പർ, റോൾ നമ്പർ, നെയിം, ബാച്ച്, മാർക്ക് ആൻഡ് റിസൾട്ട്, ഇത്രയും കോളംസ് ആണ്. ഓക്കെ, ഇപ്പൊ ഇത്രയും കോളംസ് ഈ ടാബിളിനകത്തുണ്ട്. ടാബിളിന്റെ പേര് സ്റ്റുഡന്റ് എന്നാണ്. ഓക്കെ, ഓരോ കോളത്തിൽ സ്പെസിഫൈഡ് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അഡ്മിഷൻ നമ്പറിൽ എല്ലാ കുട്ടികളുടെ അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട്, റോൾ നമ്പർ, ദെൻ കുട്ടിയുടെ നെയിം, ദെൻ ബാച്ച് ആൻഡ് മാർക്സ് ആൻഡ് റിസൾട്ട്. ഓക്കെ, റിസൾട്ട് പറഞ്ഞിരിക്കുന്നത് EHS അല്ലെങ്കിൽ NHS ആണ്. EHS യൂസ് ചെയ്യുന്നത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡി, ഹയർ സ്റ്റഡിക്ക് എലിജിബിൾ ആണ്. NHS എന്ന് പറഞ്ഞാൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡി. ഓക്കെ, അങ്ങനെ രണ്ട് റിസൾട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടി ഹയർ സ്റ്റഡിക്ക് എലിജിബിൾ ആണ്, കുട്ടി ഹയർ സ്റ്റഡിക്ക് എലിജിബിൾ അല്ല എന്ന രീതിയിൽ രണ്ട് റിസൾട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ രീതിയിൽ ഒരു ടാബിൾ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഈ ടാബിളിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ഈ ടാബിളിനെ ബേസ് ചെയ്ത് സെൽറ്റ് ഓപ്പറേഷനോടെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ, അല്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, സെലക്ട് ആൾ സ്റ്റുഡൻസ് ഹു ആർ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്. ഈ ടാബിൽ നിന്ന് ഹയർ സ്റ്റഡിക്ക് എലിജിബിൾ ആയ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, വൺസ് അഗെയിൻ നമ്മുടെ മെയിൻ ടാബിൽ നിന്ന് പാസ്സായ കുട്ടികൾ, അതായത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡി, റിസൾട്ടിൽ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡി എന്ന വന്നിരിക്കുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് മൊത്തം ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് എലിജിബിൾ ആയ കുറെ കുട്ടികളുണ്ട്, നോട്ട് എലിജിബിൾ ആയ കുറച്ച് കുട്ടികളുണ്ട്. ഓക്കെ, അതിൽ നിന്ന് എന്ത് മാത്രം സെലക്ട് ചെയ്യാം, എലിജിബിൾ ആയ കുട്ടികളുടെ ഡീറ്റെയിൽസ് മാത്രം സെലക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ചില റോസ് ഡിസ്പ്ലേ ചെയ്യും, ചില റോസ് ഹൈഡ് ചെയ്യും. അതായത് എലിജിബിൾ ആയ കുട്ടികളുടെ റോസ് മാത്രം എടുത്തിട്ട് ഡിസ്പ്ലേ ചെയ്യും, നോട്ട് എലിജിബിൾ ആയ കുട്ടികളുടെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും, ഹൈഡ് ചെയ്യും. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ സിന്റാക്സ് നമ്മൾ ആൾറെഡി പഠിച്ചതാണ്, സിഗ്മ, കണ്ടീഷൻ, റിലേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. നമുക്ക് വേണ്ടത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡി ആയ കുട്ടികളെ മാത്രം ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഇപ്പൊ നമ്മൾ സിഗ്മ എന്ന സിമ്പിൾ യൂസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ കണ്ടീഷനാണ്. ഓക്കെ, കണ്ടീഷൻ എന്താണ്, റിസൾട്ടിൽ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡി എന്ന വാല്യൂ ഉള്ളവർ മാത്രം ഡിസ്പ്ലേ ചെയ്യും. അപ്പൊ നമുക്ക് പറയാം, റിസൾട്ട് ഈക്വൽ ടു EHS, എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡി. ഓക്കെ, ദെൻ നമ്മുടെ ടാബിളിന്റെ പേര് നമുക്കറിയാം, സ്റ്റുഡന്റ്. ഓക്കെ, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റുഡന്റ് എന്ന ടാബിൽ നിന്ന് റിസൾട്ടിൽ EHS ഉണ്ടോ, ഓക്കെ, അവരുടെ ഡാറ്റ മാത്രം, റെക്കോർഡ്സ് മാത്രം, റോസ് മാത്രം
ഡിസ്പ്ലേ ചെയ്യും. ഏത് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട്? സെലക്ട് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. സിഗ്മ റിസൾട്ട് ഈക്വൽ ടു EHS ഫ്രം സ്റ്റുഡൻറ് എന്ന ടാബിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, റിസൾട്ട് എന്ന കോളത്തിൽ എന്ത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ? EHS മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. NHS എന്താവും? ഹൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഏത് ഓപ്പറേറ്റർ? സെലക്ട് ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലൊരു റിസൾട്ട് നമുക്ക് അവൈലബിൾ ആയി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് നോക്കാം. സെലക്ട് all students in the commerce batch who are failed. ഓക്കെ, കോമേഴ്സ് ബാച്ചിലെ കുട്ടികൾ ഡിസ്പ്ലേ ചെയ്യണം. എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം? ഫെയിൽ ആയ കുട്ടികളുടെ ഡീറ്റെയിൽസ് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വേണം? ബാച്ച് എന്തായിരിക്കണം? കോമേഴ്സ് ആയിരിക്കണം. മാത്രമല്ല റിസൾട്ട് എന്തായിരിക്കണം? നോട്ട് എലിജിബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് മെയിൻ ടാബിൽ ഇവിടെ കിടപ്പുണ്ട്. ഈ ടാബിൽ നിന്ന് കോമേഴ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് മാത്രം. ഓക്കെ, മാത്രമല്ല അതിലെന്തേ പാടുള്ളൂ? നോട്ട് എലിജിബിൾ ആണ്, ഫെയിലായ കുട്ടികളാണ് ഡേറ്റയാണ് ഡിസ്പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ റെക്കോർഡ്സും ഡിസ്പ്ലേ ചെയ്യില്ല, കോമേഴ്സ് മാത്രമേ ഡിസ്പ്ലേ ചെയ്യുള്ളൂ. ഓക്കെ, മാത്രമല്ല കോമേഴ്സിൽ നിന്ന് വീണ്ടും ഫിൽട്ടർ ചെയ്തു. എങ്ങനെ ഫിൽട്ടർ ചെയ്ത്? നോട്ട് എലിജിബിൾ ആയ സ്റ്റുഡൻസിനെ മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ഡിമാൻഡ് ഇവിടെ കീപ്പ് ചെയ്യണം. എന്താ ഡിമാൻഡ്? ബാച്ച് ഈക്വൽ ടു എന്തായിരിക്കണം? കോമേഴ്സ് ആയിരിക്കണം. ഓക്കെ, ആൻഡ് റിസൾട്ട് ഈക്വൽ ടു എന്തായിരിക്കണം? NHS ആയിരിക്കണം. ഓക്കെ, അപ്പൊ രണ്ട് ഡിമാൻഡ് നമ്മളിവിടെ തീർച്ചയായിട്ടും കീപ്പ് ചെയ്യണം. ഓക്കെ, അതെങ്ങനെ നമ്മൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സിഗ്മ എന്ന ഓപ്പറേഷൻ ഇവിടെ ആൾറെഡി ഉണ്ട്. നമ്മൾ കണ്ടീഷൻ കൊടുത്തു. എങ്ങനെ കണ്ടീഷൻ കൊടുക്കുന്നത്? ആദ്യം നമ്മൾ റിസൾട്ട് എടുത്തു. സിഗ്മ റിസൾട്ട് ഈക്വൽ ടു എന്തായിരിക്കണം? നോട്ട് എലിജിബിൾ ആയിരിക്കണം, NHS ആയിരിക്കണം. ഓക്കെ, മാത്രമല്ല ഒരു ഡിമാൻഡ് കൂടെ കീപ്പ് ചെയ്യണം. ഓക്കെ, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ എന്താണ്? ആൻഡ് ഓപ്പറേറ്റർ ആണ്. ആൻഡ് എന്തുകൂടെ കീപ്പ് ചെയ്യണം? ബാച്ച് ഈക്വൽ ടു എന്തായിരിക്കണം? കോമേഴ്സ് ആയിരിക്കണം. ഓക്കെ, ഏത് ടാബിൽ നിന്ന്? സ്റ്റുഡന്റ് എന്ന ടാബിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ഡിമാൻഡ് കീപ്പ് ചെയ്തു. എന്താ ഡിമാൻഡ്? റിസൾട്ട് ഈക്വൽ ടു NHS ആൻഡ് ബാച്ച് ഈക്വൽ ടു കോമേഴ്സ്. ഏത് ടാബിൽ നിന്ന്? സ്റ്റുഡന്റ് എന്ന ടാബിൽ നിന്ന്. ഓക്കെ, ദെൻ അതിന്റെ റിസൾട്ട് നമുക്ക് അവൈലബിൾ ആയി കഴിഞ്ഞു. ഓക്കെ, കോമേഴ്സ് ബാച്ചിൽ ഫെയിലായ ഒരാളെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് അതിന്റെ റിസൾട്ട് അവൈലബിൾ ആവുന്നത്. ഓക്കെ ഓക്കെ ദെൻ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തോ. സെലക്ട് all the students in the batch science or commerce. സയൻസിൽ പഠിക്കുന്ന കുട്ടികളോ ഓർ കോമേഴ്സിൽ പഠിക്കുന്ന കുട്ടികളോ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അതിനകത്ത് നിന്ന് സയൻസിൽ പഠിക്കുന്ന കുട്ടികളും കോമേഴ്സിൽ പഠിക്കുന്ന കുട്ടികളും ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യണം. ഏത് ഹൈഡാവും? ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികളെ ഡീറ്റെയിൽസ് ഹൈഡാവും. നമുക്കിടെ ഡിമാൻഡ് എന്താണ്? സയൻസ് പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ കോമേഴ്സ് പഠിക്കുന്ന കുട്ടികളോ നമുക്ക് സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ സിഗ്മ കണ്ടീഷൻ റിലേഷൻ സെയിം ആസ് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കണ്ടെത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ബാച്ചിനെ എടുക്കും. സിഗ്മ ബാച്ച് ഈക്വൽ ടു സയൻസ് സയൻസ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഓർ എന്ന ഓപ്പറേറ്റർ ആണ്. ഓർ എന്ന ഓപ്പറേറ്റർ നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഓപ്പറേറ്റർ നമ്മളിവിടെ യൂസ് ചെയ്യണം. ഓർ വീണ്ടും ബാച്ച് ഈക്വൽ ടു ഇനി നമുക്ക് വേണ്ട ഏതാണ്? കോമേഴ്സ് ആണ്. കോമേഴ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ടാബിളിന്റെ പേര് സ്റ്റുഡന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് വലിയ ടാബിൽ നിന്ന് സയൻസ് പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ ഓർ
കോമേഴ്സ് പഠിക്കുന്ന കുട്ടികളോ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ സാധിച്ചു. ഓക്കെ, അപ്പൊ അതിന്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും? ഔട്ട്പുട്ട് റിസൾട്ട് എങ്ങനെയായിരിക്കും? കംപ്ലീറ്റ് ടാബിൽ ഡിസ്പ്ലേ ചെയ്യില്ല. സയൻസ് പഠിക്കുന്ന കുട്ടികളും കോമേഴ്സ് പഠിക്കുന്ന കുട്ടികളും ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഏത് ഹൈഡായി പോകും? ഹ്യൂമാനിറ്റീസ് എന്ന ബാച്ച് ഉള്ള കുട്ടികൾ ഹൈഡായി പോകും. ഓക്കെ, ഈ രീതി നമുക്ക് എന്ത് ചെയ്യാം? ബാച്ചിന് ബേസ് ചെയ്തിട്ട് ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. Okay, dear students, thank you for watching this video.